ഹലോ ഹായ് അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ നമുക്ക് സ്കൂളും മദ്രസയും ട്യൂഷനും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെയും കുറച്ച് നേരമൊക്കെ കിടന്നിട്ട് ഇത്തിരി കഴിഞ്ഞിട്ടൊക്കെയാണ് എണീറ്റ് വന്നിട്ട് ഞാൻ പുട്ടും കടലയും ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ്. അപ്പോൾ പുട്ട് ഉണ്ടാക്കണം, അതിന് മുന്നേ കടലക്കറി ഉണ്ടാക്കാം കേട്ടോ. പുട്ട് രണ്ടാമത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടലക്കറി ഉണ്ടാക്കിയിട്ടാണ് വെക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ പുട്ട് വേഗം കഴിയുമല്ലോ ഉണ്ടാക്കൽ. അപ്പോൾ ഞാനിതാ പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ സവാളയും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുകയാണ് കേട്ടോ. ഞാനിങ്ങനെയാണ് കടലക്കറി മിക്ക ദിവസങ്ങളിലും വെക്കുക. പിന്നെ ചില ദിവസം തേങ്ങ അരച്ചിട്ടും വെക്കും കേട്ടോ. അപ്പോൾ ഇതാ സവാളൊക്കെ വാടി വന്നപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളിയും ഒന്ന് വാടി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഇങ്ങനെ നന്നാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒഴിവുള്ള സമയത്ത് ഇന്നലെയാണ് കേട്ടോ ചെയ്തത്. അരച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അതും കൂടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഞാൻ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാഗി ക്യൂബ് ഇട്ടിട്ട് കടലക്കറി വെക്കാത്തവരാണെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് വെച്ച് നോക്കി നോക്ക്. മാഗി ക്യൂബ് ഇട്ടിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ കറിക്ക്, കടലക്കറിക്ക്. എന്തെന്നാ പറയുക, ഒരു വട്ടമെങ്കിലും ഒന്ന് വെച്ച് നോക്കി നോക്ക്. മാഗി ക്യൂബ് ഇട്ടിട്ട് ഒരു ക്യൂബായിട്ട് ഇട്ടിട്ടുള്ളൂ. ഒരു ക്യൂബ് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മുളക് പൊടി ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി പാക്കറ്റ്, നമ്മുടെ മല്ലിപ്പൊടി കഴിഞ്ഞ കാരണം ഞാൻ 100 മല്ലിപ്പൊടി പാക്കറ്റായിട്ട് മേടിച്ച് തന്നിട്ട്. ഇനിയിപ്പോൾ ഇന്ന് വെയിലൊക്കെ ഉണ്ട്, ഞാൻ മുളകും മല്ലിയൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരാൾ പറഞ്ഞു വാഷിംഗ് മെഷീനിലിട്ടിട്ട് തുണിയിൽ ആക്കിയിട്ട് വെള്ളം കളഞ്ഞ് കഴിഞ്ഞാൽ ആവും എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഞാൻ തുടക്കിയിട്ട് ചെയ്തു. നനഞ്ഞ തുണി വെച്ചിട്ട് നന്നായിട്ട് മുളക് തുടച്ചു. അല്ലാണെങ്കിൽ കഴുകാൻ ധൈര്യമില്ല. കഴുകി കഴിഞ്ഞാൽ ഈ വെയിൽ കണ്ടിട്ട് നമ്മൾ മുളക് കഴുകി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ നന്നായിട്ട് ഞാൻ തുടച്ചിട്ട് വെയിലത്തിട്ടിട്ട് ഉണക്കിയിട്ടുണ്ട്. എന്ന് തന്നെ കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കണം ഇനി. അപ്പോൾ ഇതാ മസാലപ്പൊടികളൊക്കെ ഇട്ടു. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കടല വേവിച്ചത് ഉപ്പ് ഇട്ടിട്ടല്ല കേട്ടോ ഞാൻ വേവിച്ചത്, ഉപ്പിടാതെയാണ് വേവിച്ചത്. എന്നിട്ട് രണ്ടാം വട്ടം വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേവ് ഇത്തിരി കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെയും 2 വിസിലടിച്ചപ്പോൾ വെന്തു കേട്ടോ. അപ്പോൾ കുറച്ച് കടല എടുത്തിട്ട് അരയ്ക്കാൻ മറന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കറിക്ക് ഒരു കൊഴുപ്പില്ലല്ലോ തോന്നിയപ്പോഴാണ് ഓർമ്മ വന്നിട്ട് കടല ഒന്ന് അരച്ച് ചേർക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ കടല അരച്ച് ചേർക്കാറുണ്ട് കേട്ടോ. തേങ്ങ അരച്ച് കറി വെക്കുമ്പോൾ മാത്രമാണ് കടല അരച്ച് ചേർക്കാത്തുള്ളൂ. ഇങ്ങനെ കറി വെക്കുമ്പോൾ കടല അരച്ച് ചേർക്കുക എന്നുണ്ടെങ്കിൽ ആ കറിക്ക് തേങ്ങ അരച്ച് കറിയുടെ ഒരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുക. നല്ല കൊഴുപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ കറി വെക്കുമ്പോൾ. ഒന്ന് വെച്ച് നോക്കി നോക്കുക എല്ലാവരും. അപ്പോൾ ഇതാ കടല നമ്മൾ അരച്ച് അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചിലപ്പോൾ ഒന്നും ഞാൻ ഉള്ളി കാച്ചാറില്ല. ഇന്ന് ഞാൻ ഉള്ളി കാച്ചിട്ടാണ്, ഉള്ളിയും കൂടി കാച്ചി ഒഴിച്ചപ്പോൾ സൂപ്പറായിട്ട് നമ്മുടെ ചെറുള്ളി കാച്ചി ഒഴിച്ചു. അപ്പോൾ ഇതാ പൂച്ച ഇപ്പോൾ നന്നായിട്ട് ഇണങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ താത്താടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമ്മുടെ പൂച്ചക്കുട്ടി ചത്തപ്പോൾ ഇഷമോള് കരഞ്ഞിട്ട് താത്താടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ 2 ദിവസം പൂച്ചയ്ക്ക് നമ്മളതിനെ കാണുമ്പോൾ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചുമരിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയായിരുന്നില്ല. അപ്പോൾ പൂച്ചയ്ക്ക് ഇഷ്ടമായിട്ടോ. ആയിരം താരകൾ പൂത്തുവെന്ന് നിന്നെയും എന്നെയും കണ്ട നേരം പുഞ്ചിരിപ്പു തുറഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ തുള്ളികളായി. കണ്ട നേരം കൊണ്ടനായോ തെന്നലിൽ മിന്നലായി. മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാ എത്തുകില്ല മാറിവില്ലാണു നീ. അപ്പോൾ ഇഷമോൾ അടുപ്പം തറയുടെ മുകളിൽ കയറിയിരുന്നിട്ട് പാട്ടൊക്കെ പാടിയിരുന്നു. എൻ്റെ ഒപ്പം എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ. അപ്പോൾ കുഞ്ഞു എനിക്ക് രാവിലെ തന്നെ വെള്ളം കോരി തരികയാണ്. വെള്ളം അടുക്കളയിലത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വെള്ളമാണ് നമ്മൾ കോരിയെടുക്കുന്നത്. പിന്നെ നമുക്ക് കുഴൽക്കിണറുണ്ട് കേട്ടോ, അടിച്ച് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ കുഴൽക്കിണറത്തെ വെള്ളം കുടിക്കാറില്ല, കിണറുള്ളപ്പോൾ കിണർ വെള്ളമല്ലേ നല്ലത്. അപ്പോൾ കുഞ്ഞു വെള്ളമൊക്കെ കോരി തരും. 2-3 ദിവസത്തേക്കുള്ള വെള്ളം നമുക്ക് കോരി തരും കേട്ടോ അവൻ. എനിക്ക് കൈ വേദനയായ കാരണമാണ് വെള്ളം അവനെ കൊണ്ട് കോരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ തന്നെ കോരാറ് കേട്ടോ. അപ്പോൾ ഇതാ വെള്ളം അവൻ കോരി. അപ്പോൾ ഞാൻ പറയുകയാണ് ഇനി ഇത് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞു മുറ്റടിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ ഇനി മുറ്റടിച്ച് തന്നെ എനിക്ക് കുറേ പഠിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവൻ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചായ കുടിക്കാൻ പോയിട്ട് പിന്നെ ഞാൻ കുട്ടികൾക്കൊക്കെ ചായ കൊടുത്തു. ഇഷമോളും ആച്ചോട്ടനും കുഞ്ഞും
പിന്നെ അപ്പുറത്തെ വീട്ടിലത്തെ ആക്കിലും ഉണ്ടായിരുന്നു. അവൾ കളിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇവർ ചായ കുടിക്കുന്നുണ്ടപ്പോൾ ഞാൻ അവൾക്കും പുട്ടും കടലൊക്കെ കൊടുത്തുവിട്ടു. അപ്പോൾ ആകെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് മൂപ്പത്തേരി ഇരുന്നിട്ട് തിന്നണത്. എന്താ വെച്ചാൽ എന്നെ പേടിയുണ്ട് ഇഷ്ടമുണ്ട്. അപ്പോൾ ഞാൻ നിർബന്ധിച്ചപ്പോൾ കഴിച്ചതാണ്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു സിദ്ധുമാമി അടിക്കും കഴിച്ചില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ പ്ലേറ്റ് കിട്ടിയിട്ട് വേണം എനിക്ക് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്തോ ആകെ ഇടങ്ങേറായി, ഇങ്ങോട്ട് വരണ്ടേരുന്നില്ല എന്നുള്ള നിലയ്ക്കാണ് ഇരുന്ന് കഴിക്കുന്നത്. പിന്നെ കുറേയൊക്കെ കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മതി കഴിച്ചത്, ഇനി എല്ലാം കൂടി ഇങ്ങോട്ട് വരണ്ട വിചാരിച്ചിട്ട് ഛർദ്ദിക്കണ്ട വിചാരിച്ചിട്ട് മതിയാക്കി കൊടുത്തു കേട്ടോ. മതിയാക്കിക്കോളാൻ പറഞ്ഞപ്പോൾ പിന്നെ മതിയാക്കി. അതൊക്കെ കഴിഞ്ഞ് ഞാനും ചായ കുടിച്ച് അടുക്കളൊക്കെ ഒന്ന് അടുക്കിൽ തുടക്കിൽ അടുപ്പും തറയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് ആകെയൊക്കെ ഒന്ന് തുടയ്ക്കാൻ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അടുപ്പും തറയൊക്കെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. പിന്നെ ബാക്കിലത്തെ മേശ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ തുടക്കണത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ തുടക്കണത് വീഡിയോ എടുത്തിട്ട് കാര്യമില്ല, ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് അടുപ്പും തറയൊക്കെ തുടക്കൽ കഴിഞ്ഞപ്പോൾ ആ തുണിയൊന്ന് ഊരിപ്പിഴിഞ്ഞിടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊന്ന് ഊരിപ്പിഴിഞ്ഞിടാം കേട്ടോ. അപ്പോൾ കുറേ ഇന്നലെ കമൻറ്റ് ഉണ്ടായിരുന്നു മുളക് ഇങ്ങനെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് തുടച്ചാൽ മതി, തുടച്ചാലും വൃത്തിയാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യമായിട്ടാ, മുളക് തുടയ്ക്കുമ്പോൾ നമുക്ക് വൃത്തിയായിട്ട് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ വെയിലില്ലാത്ത സമയമാണെങ്കിൽ നിങ്ങൾ ആരും കഴുകി ബുദ്ധിമുട്ടണ്ട, ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചാൽ മതി. ഓരോ മുളകും എടുത്ത് തുടയ്ക്കൊന്നും വേണ്ട കേട്ടോ. എല്ലാ മുളകും കൂടി ഇങ്ങനെ ഒരു ചാക്കിലേക്ക് ഇട്ടിട്ട് ചാക്കിൻ്റെ മേലിട്ടിട്ട് ഇങ്ങനെ തുടയ്ക്കുക, നന്നായിട്ട് തുടച്ചിട്ട് നമുക്ക് എന്താ പറയുക, ഇന്നത്തെ മുളകിന് വലിയ അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കാരണം പിന്നെ സമാധാനമുണ്ട്. നല്ല അഴുക്കുണ്ടെങ്കിൽ നമുക്ക് തുടയ്ക്കുമ്പോൾ ഒരു തൃപ്തിയാവില്ല. പിന്നെ എന്താ പറയുക, അങ്ങനെ ഉണക്കാൻ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതാ നമ്മുടെ പണികളൊക്കെ ഇവിടെ പുരോഗമിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അവിടുത്തെ അടുക്കിൽ അടിച്ച് കഴുകലൊക്കെ അത് കഴിഞ്ഞു. ഇനി നമുക്ക് തിരുമ്പാണ്ട്. അപ്പോൾ ഇന്ന് വാഷിംഗ് മെഷീനിൽ തിരുമ്പിയില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുള്ളൂ, വലിയ അധികം തിരുമ്പാനൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെ കല്ലിൽ തന്നെ അലക്കാൻ വിചാരിച്ചു. കുറേ നേരം മുന്നേ സോപ്പും പൊടിയിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേഗം അലക്കൽ കഴിയും, വലിയ കാര്യമായിട്ടുള്ള ചെളിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് ആ ബാത്റൂമിലാട്ടോ അലക്കണത്. ഇപ്പോൾ മഴക്കാലമായ കാരണം അവിടെയൊക്കെ ചെളിയാണ്. നമ്മൾ പുറത്തത്തെ അലക്കണ കല്ലിൻ്റെ അവിടെയൊക്കെ ആകെ ചെളിയാണ്. പിന്നെ വെള്ളം മുക്കി അങ്ങോട്ട് കൊണ്ടുപോകണം. ബാത്റൂമിലാണെങ്കിൽ സുഖമായിട്ട് അലക്കാം, അവിടെ കല്ലൊക്കെ ഉണ്ട് കേട്ടോ. അലക്കണ കല്ല് ബാത്റൂമിൽ തന്നെ ഉണ്ട്. അപ്പം ഞാൻ അവിടെ തന്നെ കഴുകിയിട്ടു. അപ്പോൾ ഇതാ അലക്കലൊക്കെ കഴിഞ്ഞു. ഇന്നലത്തെയും മിഞ്ഞാന്നത്തൊക്കെ ഉണക്കാണ്ടായിരുന്നു, ഇന്നലത്തൊക്കെ ഉണക്കാണ്ടായിരുന്നു. അതൊക്കെ ഉണക്കി. എന്തായാലും കളക്ടർ അവധി പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നല്ല വെയിലായിരിക്കും. മഴയും കൊണ്ടിട്ട് കുട്ടികൾ സ്കൂളിലേക്ക് പോവും. പിറ്റേ ദിവസം അവധി പ്രഖ്യാപിക്കും. അന്ന് നല്ല തുണികളൊക്കെ ഉണങ്ങാനുള്ള വെയിലും മുളകും മല്ലി ഉണങ്ങാനുള്ള വെയിലൊക്കെ ഉണ്ടാവും. ഞാൻ നല്ല പ്രതീക്ഷയുണ്ട് ഇന്ന് സ്കൂളിലാന്ന് പറഞ്ഞപ്പോൾ ഇന്ന് നല്ല വെയിലായിരിക്കും എന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി ഇഷമോളെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കുകയാണ്. ഇഷമോളെ തല ഒന്ന് ചീന്തണം. പേനുണ്ട് കേട്ടോ. പേന് വേഗം പോകാൻ വേണ്ടിയിട്ട് വല്ല മരുന്ന് പറയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോഴത്തേനും ഇതാ നമ്മുടെ ആക്കിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കൂടെ കളിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അവളോട് വർത്താനം പറയാട്ടോ. മുടി ഇത്തിരി നന്നായി വരുന്നുണ്ട്, അതുപോലെ തന്നെ പേനും ആവുന്നുണ്ട് എന്ന് പറയുകയാണ്. ഇനി സ്കൂളിൽ പോകണ പിള്ളേരുടെ തലയിലൊക്കെ പേൻ ഉണ്ടാവും, പക്ഷേ ഒന്ന് കളയണ്ടേ, പേനാണ് നിറച്ച് നമ്മുടെ അടുത്ത് എടുക്കുമ്പോൾ നമ്മുടെ തലയിലും കൂടി പേനാവുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എണ്ണ തേച്ച് കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഞാനങ്ങനെ കറി വെക്കണം. അപ്പോൾ ഇന്ന് കറി വെക്കുന്നത് മോര് കറിയാണ്. കുമ്പളങ്ങ ഇട്ടിട്ടുള്ള കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുമ്പളങ്ങയൊക്കെ കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെ മോര് കറി വെക്കാറ് എന്നുള്ളത് കാണിച്ചു തരാം. നമ്മുടെ ആദ്യത്തെ സബ്സ്ക്രൈബർമാരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയേക്കണം, കുറേ പേരൊക്കെ പോയേക്കണം. ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ വെക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കറി വെക്കണതൊന്നും അങ്ങനെ കാണിക്കാറില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടെന്നാണ് പറയാറ്. അപ്പം ഞാൻ കറി എങ്ങനെയും മോര് കറി വെക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലൊക്കെ തന്നെയായിരിക്കും. ചിലവർ ചിലപ്പോൾ കുരുമുളകൊക്കെ ഇടുണ്ടാവും. ഞാൻ കുരുമുളകൊന്നും ഇടില്ല കേട്ടോ. പച്ചമുളക് കീറിയിടും കുമ്പളങ്ങയിൽ. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെന്താ ഉപ്പ്, അതൊക്കെ ഇട്ടിട്ട് പിന്നെ വെള്ളമൊഴിച്ച് അങ്ങനെ വേവിക്കുക ചെയ്യുക കേട്ടോ. പച്ചമുളക് മുന്നേ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി വേവിക്കുക. പിന്നെ നമ്മൾ തേങ്ങയിൽ ചെറിയുള്ളി, നല്ല ജീരകം ചെറിയുള്ളി ഇട്ടിട്ട് തൈര് ഒഴിച്ചിട്ടാണ് ഞാൻ അരയ്ക്കുക. ഞാൻ വെള്ളം ഒഴിക്കില്ല, തൈര് ഒഴിച്ചിട്ട് തന്നെയാണ് ഞാൻ അരയ്ക്കുക. പിന്നെ ഒരു വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് തൈര് തന്നെ ഒഴിച്ചിട്ട് അരയ്ക്കും. അപ്പോൾ തന്നെ നമ്മുടെ ചോറ് നമ്മൾ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെന്തോ നോക്കി. ഇന്നലെ റേഷൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റേഷൻ കടയിൽ പോയി പുതിയ അരിയാണ്. അപ്പോൾ അതെങ്ങനെ വെന്തോ ഇല്ലയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയതാണ്. അപ്പോൾ തുറന്നപ്പോൾ വെന്തിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വേഗം അത് ഊറ്റി വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ കറിയുടെ കുമ്പളങ്ങയൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ അരച്ച് വന്നു. അരപ്പ് നമ്മൾ അതിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി പുളിയുണ്ടോ ഉപ്പുണ്ടോ മുളകുണ്ടോ എന്നൊക്കെ ഈ സമയത്ത് നോക്കുക. എന്നിട്ട് പുളി കുറവാണെങ്കിൽ കുറച്ചും കൂടി തൈര് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പുളിയൊക്കെ കറക്റ്റായിരുന്നു. പിന്നെ ഞാനൊന്നും ഒഴിച്ച് കൊടുത്തൊന്നുമില്ല. പിന്നെ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി അതും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് തള വരുമ്പോൾ ഇറക്കി വയ്ക്കുക.
ഇറക്കി വെച്ചിട്ട് ആ കടുക്, ഉലുവ, മുളക്, കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്തില്ല. എന്നിട്ട് വെക്കൽ കഴിഞ്ഞു. അപ്പോൾ ആ കുഞ്ഞു ഇരുന്നിട്ട് ഒരു മാങ്ങ കിട്ടിയിട്ടാണ്. മൂവാണ്ടൻ മാങ്ങയാണ്, നമ്മുടെ ലാസ്റ്റ് മാങ്ങ, ഈ വർഷത്തെ ലാസ്റ്റ് മാങ്ങയാണ്. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ഉപ്പും മുളകൊക്കെ കൂട്ടി തിന്നാനുള്ള പരിപാടിയാണ് കുഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.